കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണോ? എന്റെ ആദ്യ സീരിയലാണ്, മനോഹരമാക്കണം. പിന്നെ മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സീരിയൽ അടിപൊളിയാകും, എനിക്ക് യാതൊരു സംശയമില്ല. പിന്നെ ഒരു വേറെ കാര്യമുണ്ട്. എന്താണ് പറ? ചാനലിൽ നിന്ന് 2 PROമാര് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരെന്താ ഇങ്ങോട്ട് വരുന്നത്? അതെന്തിനാന്ന് അറിയോ? നമ്മളിവിടെ മര്യാദയ്ക്കൊക്കെ ഷൂട്ട് ചെയ്ത് മനോഹരമാക്കുന്നുണ്ടോ എന്ന് കണ്ട് ചാനൽ വിളിച്ച് പറയാൻ വേണ്ടിട്ടാ വരുന്നത്. സാർ അത് കണ്ടൊക്കെ ഒന്ന് ചെയ്തോളാം. എന്തൊരു കഷ്ടമാണ്. ശരവണ, നമസ്കാരം സാർ. നമസ്കാരം. റെഡിയാണ് സാർ. ഞാനാണ് സാർ. ഓക്കെ, ഇത് എടുക്കുന്നത് നല്ല രീതിയിൽ ഈ സീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്താലേ നിങ്ങൾക്ക് അതിനുള്ള ഇത് അപ്രൂവൽ കിട്ടുള്ളൂ. അല്ല സാർ, ഞാൻ ഓൾറെഡി ചാനലിൽ നിന്ന് അപ്രൂവൽ എടുത്തായിരുന്നു. ഇത് നമ്മള് കണ്ട് ഷൂട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ വിളിച്ചു പറയുള്ളൂ. ഷോട്ടം തീർത്തോട്ടെ. ചേച്ചി റെഡിയല്ലേ? റെഡിയാ സാർ. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. അമ്മേ, ഞാൻ ജോലിക്ക് പോയിട്ട് വരാവേ. നീ ഇറങ്ങാറായടാ? ആയമ്മേ. മോളെ സിന്ധു, എടാ നീ വൈകിട്ട് വരുമ്പോഴത്തേക്ക് അമ്മയുടെ പുകല മറക്കല്ലേ. ചേട്ടാ വേണ്ട. ചേട്ടൻ ഒറ്റ ഒരാളാണ് അമ്മേനെ വഷളാക്കുന്നത്. അമ്മേ, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ മേലെ അമ്മ ഇതൊന്നും കഴിക്കരുത്. അമ്മയ്ക്ക് എന്തേലും പറ്റി പിന്നെ എനിക്ക് ആരാ? എടാ കണ്ടാടാ, ഈശ്വരൻ എനിക്കൊരു മരുമോളെയല്ല തന്നത്, മോനെയാ. അമ്മ ഇതങ്ങോട്ട് കഴിച്ചു. അതൊക്കെ നീയും കൂടെ കഴിക്കട്ടെ. ഞാനും കഴിക്കട്ടെ. നീ കഴിക്കണ്ട. അടിപൊളി. അടിപൊളിയായി. എന്തടിപൊളിയാടോ ഇത്? ഇത് ഈ രീതി കൊണ്ട് സീരിയലിന് റേറ്റിംഗ് കിട്ടില്ലടേ. നീ സീരിയലൊന്നും കണ്ടിട്ടില്ല ഇതുവരെ? ഉണ്ട്. എന്താ നല്ല കുടുംബ അന്തരീക്ഷത്തിൽ പോകുന്ന ഏത് സീരിയലാണ് ഇപ്പൊ ടിവിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അത് നീ പറ. അല്ല സാർ, ഇപ്പൊ എന്റെ സീരിയലിൽ ഇപ്പൊ എടുത്ത ഷോട്ടിന് എന്താണ് പ്രശ്നമെന്ന് സാർ പറ. നമ്മുടെ ചാനലിന് റേറ്റിംഗ് വേണം. അതുമല്ല, ഇത് എന്തോ കോസ്റ്റ്യൂം ഇങ്ങനെ. സാറേ, ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ കഥയിലെ നായകൻ, നിൽക്കുന്ന നായകൻ എന്ന് പറയുന്ന ഒരു കൂലിപ്പണിക്കാരനാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും അയാൾക്ക് അതുപോലുള്ള ഒരു കോസ്റ്റ്യൂമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇടാ, നമ്മള് സീരിയലിലെ നായകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 1 കോടികളുടെ ബിസിനസ് എങ്കിലും ചെയ്യണം, എങ്കിലേ കഥ മുന്നോട്ട് പോവുള്ളൂ. കോടികളുടെ ബിസിനസ് അങ്ങനെ ആരുടെ പ്രൊഡ്യൂസർ? ആരുടെ? ഞാനാണ്. തനിക്ക് ഇതിന്റെ അപ്രൂവൽ വേണോ? വേണം സാർ. ഞങ്ങൾ തനിക്ക് ഇത് അപ്രൂവൽ തരില്ല. ഇത് അയ്യോ സാർ, അങ്ങനെ പറയല്ലേ. എന്റെ പെൺപിള്ളേരെ താലിമാല വരെ പണയം വെച്ചാണ് ഞാൻ സീരിയൽ പിടിക്കണം സാർ. സീരിയലിന്റെ പേരെന്താണ്? സ്നേഹപൂർവ്വം സിന്ധു. ഇങ്ങനെ ഒരു പേരിട്ട് കഴിഞ്ഞാൽ സീരിയൽ ആരാണ് കാണാൻ പോകുന്നത്? പേര് മാറ്റണം. അയ്യോ, പേര് മാറ്റണം സാറേ. നിങ്ങൾ എന്താ കുറെ സീരിയലുകൾക്കൊക്കെ പേരിട്ടല്ലേ? പിന്നെ സാറ് തന്നെ ഒരു പേരങ്ങ് ഇട്. ഞാൻ ഒരു പേര് പറയാം. ആ പേരിട്ടാ മതി. തേന്മാവിൻ കൊമ്പത്ത്. നിങ്ങളെ ഞാൻ എങ്ങനെയുണ്ട്? സൂപ്പർ. തേന്മാവിൻ കൊമ്പത്ത് ഇതൊരു സിനിമാ പേരല്ലേ? പിന്നെ സിനിമാ പേരില്ലയോ ഇപ്പോഴത്തെ സീരിയലിന്റെ പേരുകള്? അതല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. നമ്മൾ അങ്ങനെ നമ്മൾ പോകുന്നു. തേന്മാവിൻ കൊമ്പത്ത് നമ്മളങ്ങ് ഫിക്സ് ചെയ്യുന്നു. എന്റെ സീരിയലിന്റെ പേര് തേന്മാവിൻ കൊമ്പത്തോ? ഇതിനകത്ത് വേറെ ഒരുപാട് പ്രശ്നങ്ങളെ കഥ തിരുത്തണം. എന്റെ കഥ തീർത്തണോ? ഇതിനകത്ത് അവിധ എവിടെ? അവിഹിതോ? എന്റെ കഥയിൽ അവിഹിതമില്ല. ഇവിടെ ഇപ്പൊ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സീരിയലുകളൊക്കെ എടുത്തു നോക്ക്. അതിലെല്ലാം മൊത്തം അവിഹിതങ്ങളാണ്. അച്ഛന് മോളെ അറിഞ്ഞൂടാ, പക്ഷെ മോക്ക് അച്ഛനെ അറിയാം. അവർ ഒന്നിച്ച് ഒരു വീട്ടിൽ തന്നെ താമസം. അങ്ങനെ ടിസ്റ്റിട്ട് വേണം സീരിയലുകളൊക്കെ പോകാൻ വേണ്ടി. ഒരു കാര്യം പറഞ്ഞേക്കാം, വേറെ ആരെങ്കിലും വെച്ച് പടം പിടിച്ചോ, എന്നെ കിട്ടത്തില്ല. എന്റെ രാഹുലെ, നീ ഒന്ന് അടങ്ങി നിക്ക്. ഇതൊന്ന് അപ്രൂവൽ മേടിച്ചെടുത്തോടെ എന്റെ പെണ്ണും പിള്ളേരെ കെട്ടുതാലി. അത് ഓർത്താ മതി. വാ, എന്ത് ചെയ്യണം സാർ പറയൂ. ഇങ്ങനെ വേണം. ഇതായത് ഇത് നായകൻ. ഇത് കൂറ സെറ്റപ്പ്. ഇതൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. ഇവരുടെ എല്ലാം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം. ചെല്ല് എന്നാന്ന് വെച്ചാ കാണിക്ക്. അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് സീരിയലിൽ അമ്മ ഇരിക്കേണ്ടത്. ദേ ഇപ്പൊ ഭംഗിയായിട്ടുണ്ട്. കമ്മല് കുറച്ചുകൂടെ വലിപ്പം കൂട്ടായിരുന്നു. എന്റെ സാറേ, ഇപ്പൊ ഇത് തന്നെ ഒരു 5 കിലോ ഉണ്ട്. 5 കിലോ ഉണ്ടോ? 6 പൊട്ട്. ഇത് കയറും കേട്ടോ, ഈ സീരിയൽ കയറും. അവർക്ക് ബുദ്ധിയുണ്ട്. എന്റെ പൊന്ന് സാറേ, പണ്ടത്തെ പോലല്ല സീരിയൽ. ഇപ്പൊ കുറച്ച് കാഷ്വൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാഷ്വലൊക്കെ അവിടെ നിൽക്കട്ടെ. നിനക്ക് സീരിയലിന് അപ്രൂവൽ വേണോ? വേണം സാർ, വേണം. എനിക്ക് വേണം. മിണ്ടാരി. അപ്പൊ സീരിയൽ ഷൂട്ടിംഗ് തുടങ്ങാം. ഓക്കെ, സാർ അപ്പുറത്തേക്ക്. അപ്പം എല്ലാരും അവരുടെ പൊസിഷൻ നോക്കിയോ? പൊസിഷൻ, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ഈ ആനക്കാട്ടിൽ സുമതിക്ക് ഒരു ഗ്ലാസ് ചായ തരാൻ
ഇത് എന്തോന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്? ആനക്കാട്ടിൽ ആനക്കാട്ടിൽ നിന്ന് തന്നെ ഞാൻ അല്ല, പറഞ്ഞത്. പേരെന്താ പറഞ്ഞത്? സുമതി. സുമതി എന്തുവാടേ ഇത്? ഒരു തറവാട്ടമ്മ വന്ന് പറയുമ്പോ സുമതി എന്ന പേരാണ് പറയേണ്ടത്. അവര് ഒരു പേര് പറയുമ്പോ ഷോർട്ട് ടൈമിൽ വേണം പറയാൻ. അതാണ് ജനങ്ങൾക്ക് ഇഷ്ടം. ഉദാഹരണത്തിന് പത്മാവതി അമ്മ, പപ്പി. പത്മാവതി പപ്പി ഒരിക്കൽ വന്നതാണ്, അതിടാൻ പറ്റില്ല. അപ്പൊ അത് അത്യാവശ്യം ഹിറ്റായ ഒരു സംഭവമാണ്. അല്ല, അതുപോലത്തെ എന്തെങ്കിലും വേണമെന്നാണ് പറഞ്ഞത്. സാർ ഒരു പേര് പറ. ഞാൻ സാറല്ലേ സാറേ സീരിയലിന്റെ രക്ഷകൻ, അങ്ങനെ മാറി നിന്നാൽ എങ്ങനെ? കുപ്പി. ആനക്കാട്ടിൽ കുപ്പി. അല്ല സാറേ, ഈ കുപ്പി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ നെയിം എന്താണ്? ഫുള്ള് ആനക്കാട്ടിൽ കുട്ടത്തിപ്പിള്ള. എന്നാ പേരാ സാറേ? കുട്ടത്തിപ്പിള്ള. കുട്ടത്തിപ്പിള്ള. എന്റെ പൊന്ന് സാർ, ഇങ്ങനെ ഒരു പേര് ഈ ലോകത്തിൽ ആർക്കും വിടാറില്ല. ആർക്ക് വിടാറില്ലേ? ഇല്ല. നീ പുലിമുരുകൻ കണ്ടായിരുന്നു? ആ, ഈ പുലിമുരുകൻ കണ്ടതിന് ശേഷമല്ലേ ഡാഡി ഗിരിജ എന്നുള്ള പേര് നീ കേൾക്കുന്നത്? ആണോടാ? എടാ, അത് കഴിഞ്ഞിട്ട് ബാബ കല്യാണി എന്ന് പറഞ്ഞ സിനിമ, ആണുങ്ങൾക്ക് ബാബ കല്യാണി എന്ന് പേരിടുമെന്ന് പറയുന്നത് നീ ഈ സിനിമ ഇറങ്ങിയ ശേഷമാണ് അറിയുന്നത്. എടാ, അതുപോലെയാണ് ഈ കുട്ടത്തിപ്പിള്ള. നമ്മളൊരു 10 പ്രാവശ്യം പറയുന്നു, ജനങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു, ഇത് ഹിറ്റ് ആവുന്നു. കുട്ടത്തിപ്പിള്ള ഫിക്സ്. കുട്ടത്തിപ്പിള്ള അങ്ങനെ ഇനി നോക്കണം, ഇനി ജനിക്കാൻ പോകുന്ന കൊച്ചിനെ ആൾക്കാർ ഇടാൻ പോണ പേര് കുട്ടത്തിപ്പിള്ള എന്നായിരിക്കും. ആ പേര് വെച്ച് ഡയലോഗ് പറ. ഡയലോഗ് കഴിച്ച്. ഓക്കെ, റെഡി? ആർട്ടിസ്റ്റ് റെഡി? സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഈ ആനക്കാട്ടിൽ കുപ്പിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഈ വീട്ടിൽ ആരും ഇല്ലേ? സിന്ധു അമ്മ വിളിക്കുന്നു. എന്തൊരു കഷ്ടപ്പാടാ ഇതൊക്കെ. നിന്റെ അടുത്ത് ഡയലോഗ് പറയാനാ പറഞ്ഞത്? അല്ല, ഈ സമയത്ത് എനിക്കൊരു ഡയലോഗ് ഉണ്ട് ഇവിടെ. അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സീരിയലില് ആണുങ്ങൾക്ക് ഡയലോഗ് ഇല്ല. പഴം വിഴുങ്ങി നടക്കും, ഇങ്ങനെ നിൽക്കാവും. അത് മതിയോ? പെണ്ണുങ്ങൾ ഡയലോഗ് പറയും. ഇനി ആഹാരം കൊണ്ടുവരുന്ന സിനിമകളോട് ഓക്കെ, റെഡി? ആഹാരം കൊണ്ടുവരൂ. ആക്ഷൻ. ഈ വീട്ടിൽ ആരും ഇല്ലേ? ആഹാരം കൊണ്ടുവരും. അങ്ങനെ പോട്ടെ. മോളും കൂടെ കഴിക്കി. അമ്മ കഴിച്ചാ മതി, മോളും കഴിക്കാം. ഇതൊന്നും കാണുന്നില്ല. ഞാൻ കാണുന്നതോ ഇതെന്തുവാടോ ഇതെന്തോ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? സന്തോഷത്തോടു കൂടിയാണ് ആഹാരം കൊടുക്കുക. സന്തോഷത്തോടെ അഭിനയിക്കാനാ സാറ് പറഞ്ഞത്. അയാളുടെ സീരിയലല്ലേ? നമ്മുടെ സീരിയലില് അങ്ങനെ സന്തോഷത്തിന് വേണ്ട. ഏത് സീരിയലിലാണ് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉള്ളത്? സാറേ, ഒരു കാര്യം ചെയ്യാം, ആ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാം. എല്ലാരും വാ. എടുത്തോട്ടെ സാർ. റെഡിയല്ലേ? ആക്ഷൻ. ഈ ആനക്കാട്ടിൽ കുപ്പിക്ക ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഈ വീട്ടിൽ ആരുമില്ലേ? ഇല്ലെന്ന്. അമ്മേ, കഴിക്കമ്മേ. ബ്രേക്ക്ഫാസ്റ്റ്. എന്തിനടിച്ചെന്നോ? ഈ ആനക്കാട്ടിൽ കുപ്പിയുടെ പ്ലേറ്റില് ഇടത് ഭാഗത്താണോ പഴം വരേണ്ടത്? വലത് ഭാഗത്തല്ലേ? ഈ പാവത്തിനോട് എന്തിനാണ് ഈ ക്രൂരത? അനുഭവിക്കേണ്ടതിന്റെ മാക്സിമം അവൾ അനുഭവിച്ചില്ലേ? ഇവളോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് ആനക്കാട്ടിൽ കുപ്പിക്ക് ദൈവം പണി കൊടുക്കുമോ? പ്ലേറ്റിന്റെ വലതു ഭാഗത്ത് പഴം വച്ചത് അവൾക്ക് വിനയായി തീരുമോ? കാത്തിരുന്നു കാണാം. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ കിടുക്കാച്ചി ടിവിയിൽ തേന്മാവിൻ കൊമ്പത്ത്. ഇങ്ങനെ വേണോ നമ്മൾ ഓരോ എപ്പിസോഡിന്റെ എൻഡിലും നമ്മൾ പഞ്ച് ചെയ്ത് നിർത്തേണ്ടത്. എന്നാലേ ആളുകൾക്ക് അടുത്ത ആഴ്ച ഇത് കാണാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുള്ളൂ. നമുക്ക് പിടികിട്ടിയല്ലേ? പിടികിട്ടി. നമ്മുടെ സീരിയലിന്റെ റൂട്ട് എങ്ങനെയാണെന്ന് ഇപ്പൊ ഒരുവിധം ഡയറക്ടർക്ക് പിടികിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ ഞെട്ടി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്തോളൂ കേട്ടോ. അടുത്ത സീൻ പ്ലാൻ ചെയ്യട്ടെ. അടുത്ത സീൻ ഏതാണ്? അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൊച്ചു കുട്ടിയുണ്ട്. മോളെ മേനോട്ടി, ഇങ്ങനൊരു കുട്ടിയൊക്കെ ഈ കുടുംബത്തിലെ കൊച്ചുമോള്. അപ്പൊ ഇവിടെ അച്ഛനും അമ്മയും ഈ മോളും അടങ്ങുന്ന ഒരു സന്തോഷകരമായ ഒരു ഇതാണ് ദേഷ്യം വരുന്നത്.
ഏത് സീരിയലാണ് കൊച്ചുകുട്ടികൾ കുടുംബമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയുന്നത്? എപ്പോഴും കൊച്ചുകുട്ടികളെ അവിടെ പീഡിപ്പിക്കുകയായിരിക്കും, മാലവേല ചെയ്യിക്കലായിരിക്കും. ഒരു വേലക്കാരിയെ പോലെ വേണം ഈ കൊച്ചി വീട്ടിൽ കഴിയാണ്. അങ്ങനെ വേണം സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യണം. എന്ത് വർത്താനം സാർ ഈ പറയുന്നത്? ഈ കുട്ടി എന്ന് പറഞ്ഞാൽ പഠിച്ച് മിടുക്കിയായി നാടിനും നാട്ടാർക്കും വീടിനും അഭിമാനമായി മാറേണ്ട കുട്ടിയാണ്. ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? അതൊന്നും വേണ്ട. ഈ കൊച്ചു വലിയ വലിയ ഡയലോഗുകൾ പറയണം. അതിനുള്ള ഒരു പറ്റിയ ഒരു സീൻ ഞാനിപ്പോ പടയെന്ന് എഴുതരാം. എല്ലാരും വാ, കോസ്റ്റ്യൂമർ, ഡയറക്ടർ, ആക്ടർ എല്ലാരും വാ. അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഓടണം. നിന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കും. നടക്ക് ജയിലിലേക്ക്. ജയില് പഴയ ജയിലല്ലെന്നറിയാം, പക്ഷേ മീനൂട്ടി എപ്പോഴും മീനൂട്ടി തന്നെ. മോളെ, മോളുടെ പ്രിയപ്പെട്ട പാവ കൂടി കൊണ്ടുപോ മോളെ. അവിടെ ഒരു പാവ. മോളെ, മോളെ, നീ എവിടെ പോണേ? നീ എന്റെ പാവയെ തൊടോടാ, നീ എന്റെ പാവയെ തൊടോടാ. എവിടെ ഡയറക്ടർ? ഇങ്ങനെ വേണം. കണ്ടാ, ഇങ്ങനെ വേണം. കണ്ടു പഠിക്കേ കേട്ടാ. എന്റെ സാറേ, ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നമ്മുടെ പിള്ളേർ ഈ സീരിയൽ കണ്ട് വഴി തെറ്റും. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ, സാറിന്റെ വീട്ടിലെ മക്കളെ സാർ ഇങ്ങനെ കാണിക്കൂ? എന്റെ വീട്ടിലെ പിള്ളേരെ സീരിയൽ ഞാൻ കാണിക്കത്തില്ല. അത് ആ സമയത്ത് അവർക്ക് 2-3 മാസ്റ്റർമാർ വന്ന് ട്യൂഷൻ എടുക്കുകയാണ്. കേട്ടാ, അതുകൊണ്ട് നമ്മുടെ ഈ സീരിയലിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളെ നിങ്ങൾ കൂടുതൽ ഇവിടെ വരേണ്ട ഇങ്ങനെയുള്ള സീനുകളാണ് നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ എപ്പിസോഡിലും കയറ്റാൻ പോകുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അതെ സാറേ, ഇങ്ങനെയുള്ള സീനുകൾ സാറേ അത് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. സാറിന് അവൻ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അവൻ പറഞ്ഞത്. എന്നെ അവൻ അംഗീകരിക്കാൻ പറ്റും? അവനൊരു വിലയില്ല സാറിന്. നിനക്ക് എന്നെ ഒരു വിലയില്ലല്ലേ? എടാ, ഇപ്പൊ സീരിയലിന്റെ അവാർഡ് പ്രഖ്യാപിക്കാൻ പോവാണ്. ഈ വർഷത്തെ മികച്ച സംവിധായകനുള്ള അവാർഡ് ആർക്കായിരിക്കും? എനിക്കായിരിക്കും. പിന്നെ നോക്കിക്കോ, അവാർഡൊന്നും കിട്ടാൻ പോകുന്നില്ല. സാറേ ഒരു സെക്കൻഡ്. എന്താണ്? സീരിയൽ അവാർഡ് എല്ലാം പ്രഖ്യാപിച്ച. അപ്പൊ ഞാൻ പറഞ്ഞ പോലെല്ലാം സംഭവിച്ചു കാണും. ഏതാണ് മികച്ച സംവിധായകൻ? ഞാൻ കറക്റ്റ് അല്ലേ? മികച്ച സംവിധായകനാ. ഈ വർഷം സാറേ സീരിയലിന് സംവിധായകനൊന്നും അവാർഡില്ല. ജൂറിക്കാര് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കലാമൂല്യവും സാങ്കേതിക മികവുള്ള ഒരു സീരിയൽ പോലും ഈ വർഷം ഇറങ്ങിയില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവാർഡില്ല. ഇനിയെങ്കിലും നല്ല സീരിയലുകൾ ഉണ്ടാവുമല്ലോ. എടോ, നമ്മൾ ഈ എടുക്കുന്ന സീരിയൽ കാണാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ സീരിയൽ എടുത്തുകൊണ്ടേ ഇരിക്കും. അത് തന്നെ, ജനങ്ങളാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ ഇനി കൂടുതൽ സംസാരം ഒന്നുമല്ലല്ലോ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. Comedy Master